ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഐശ്വര്യമായിട്ട് എനിക്ക് ആ പനി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആദ്യം മറ്റേ നമ്മുടെ ആത്മയുടെ മീറ്റിങ്ങിൽ പോയിട്ട് പറഞ്ഞല്ലോ, എനിക്ക് AC അലർജി ആയിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബട്ട് ഇത് അവസാനം തോന്നി എനിക്ക് കിട്ടണം എന്ന് തോന്നി. ഞാൻ വിചാരിച്ചു എനിക്ക് ആദ്യം കിട്ടിയതല്ല. അപ്പം നല്ല പനി, നല്ല ബോഡി പെയിനും ആണ് കേട്ടോ. അപ്പം ഞാനൊരു ഡോളോ കടിച്ചതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ നിൽക്കുന്നത്. എത്ര നേരം ഈ വണ്ടി ഓടും എന്നുള്ളതിൽ ഉറപ്പൊന്നുമില്ല. ഞാൻ ചോദിച്ചു ഓടുന്നിടത്തോളം ഓടട്ടെ. ആർക്കും തന്നെ വയ്യ കേട്ടോ, എല്ലാവരും ഡണ്ണാണ്. ഇപ്പം പിള്ളേരും ആയിക്കോട്ടെ, എല്ലാവർക്കും നല്ല സുഖമാണ്. കുറച്ചിട്ടിട്ട് വർത്താനം പറയാം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ കയറി താമസം അപ്പുറത്ത് നടക്കും. അപ്പം ഞാൻ ഇന്നലൊരു ടൈമിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് 11 o'clock പറഞ്ഞു. അതേപോലെ ഒരേ ഒരു മെജോറിറ്റിയിൽ പറഞ്ഞാണ് എപ്പോൾ വേണമെങ്കിലും ഇട്ടോ, ഞങ്ങൾക്ക് സാരമില്ല എന്നുള്ളത്. കുറേ പേര് പറഞ്ഞു ഡിവൈന് അങ്ങനെ ഒരു കൃത്യമായ ടൈം വെച്ചാൽ ഡിവൈന് കീപ്പപ്പ് ചെയ്യാൻ ചിലപ്പം പറ്റിയെന്ന് വരില്ല, പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ഒരു പെട്ടെന്നൊരു വീഡിയോ ഇടാൻ കാരണം ഇവർ സ്കൂളിൽ പോയാൽ ഒബ്വിയസ്ലി നമുക്കൊരു 9:15 ആകുമ്പം പോകുമല്ലോ. അപ്പം അങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾ പറഞ്ഞത് ഒരു കണക്കിന് കറക്റ്റാണ്. ചിലപ്പം എൻ്റെ പണി കഴിയുക 10 മണിക്ക് ശേഷമായിരിക്കും. അപ്പോൾ എനിക്ക് ഈ എഡിറ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയെന്ന് വരില്ല. നല്ല തലവേദനയുണ്ട്, ഒരു രക്ഷയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എഴുന്നേക്കാൻ ഞാൻ ലേറ്റായി. 6:15 ഞാൻ എഴുന്നേൽക്കുമ്പോൾ. കണ്ണു തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ ഒരു പനിയുടെ ഒരു പ്രത്യേകത അത്. എനിക്ക് പക്ഷെ ആത്മയുടെ അതിന് പോയിട്ട് വന്നപ്പോഴും സെയിം അവസ്ഥയായിരുന്നു. ഇവിടെ തലയൊക്കെ ഇവർ പറഞ്ഞ എല്ലാ സിംറ്റംസും എനിക്ക് അന്ന് ഉണ്ടായിരുന്നു. നല്ല പനി, നല്ല തലവേദന. നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ആ ഒരു ഇത് പോവില്ലായിരുന്നു. എന്നിട്ട് ഇന്നലെ രാത്രി ഡിമ്പിളിനെയും ഡാഡിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത് മമ്മിയുടെ വീഡിയോയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ആകെ മൊത്തം നല്ല സുഖമാണ്. എനിക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വർത്താനം പറയുന്നുണ്ടെങ്കിലും ആദ്യം ഉറക്കത്തില്ല ഞാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്ത് ചെയ്യണമെന്ന് നിമിഷം വരെ ഞാൻ മനസ്സുകൊണ്ട് പോലും ആലോചിച്ചിട്ടില്ല. പിള്ളേർക്ക് എന്ത് കൊടുത്തു വിടണം എന്നൊന്നും എനിക്ക് അങ്ങോട്ട് കിട്ടണില്ല. ഭക്ഷണം ഞാൻ ഉച്ചയ്ക്ക് ചോറും മുരിങ്ങയില തോരനും വെണ്ടയ്ക്ക പാൽക്കറിയും വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അതുവരെ എൻ്റെ ഈ വണ്ടി ഓടുമോ എന്തോ. പിന്നെ കുറേ പേര് വോളിയത്തിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞു. ഞാൻ മൈക്കിലാണ് വീഡിയോ എടുക്കുന്നത്, വേറെ ശബ്ദങ്ങളൊന്നും കേൾക്കാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ലൗഡായിട്ട്. അപ്പോൾ ഇന്നലത്തെ മിനിഞ്ഞാത്തെ വീഡിയോയിൽ എനിക്കൊരു അബദ്ധം പറ്റിയത്, ഞാൻ വോളിയം നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കൂട്ടാം, അത് ഞാൻ കൂട്ടിയില്ല. അതാണ് ഒരു പക്ഷെ എൻ്റെ ഫോണിൽ കേൾക്കുമ്പോൾ എനിക്ക് ഓക്കെയാണ്, എനിക്ക് നല്ല സൗണ്ടും കാര്യങ്ങളും. എനിക്ക് വന്ന വഴിക്ക് ഞാനത് നോക്കി, എനിക്ക് 2 കമൻസ് വന്നപ്പോൾ ഞാൻ നോക്കി, അപ്പോൾ എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വേറൊരു ഫോൺ നിൽക്കുമ്പോൾ കുറച്ച് ഡിമ്മായിട്ടാണ് കേൾക്കുന്നത്. അപ്പോൾ ഓരോ ഫോണിൻ്റെ ആവാം, സെറ്റിങ്സിൻ്റെ ഒക്കെ ആവാം. പക്ഷെ ഞാൻ നല്ല ലൗഡായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ ഓവർ സൗണ്ട് ഇടാത്തത് എല്ലാവരും ഉറങ്ങണ സമയമാണ്. നമ്മുടെ ഇപ്പുറത്തെ ഈ ജനൽ തുറന്നിരിക്കുന്നതുകൊണ്ടായിരുന്നു ഞാനിവിടെ വർത്താനം പറഞ്ഞാൽ ഹോളിലൊരു മുഴക്കമായിട്ട് തന്നെ കേൾക്കാൻ പറ്റും കേട്ടോ. ഇന്ന് ജൂലൈ 3 സെൻറ്റ് തോമസ് ഡേ ആണ്. തോമുവിൻ്റെ ഫീസ്റ്റാണ് ആക്ച്വലി. അപ്പോൾ ഞാനിന്ന് രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകാനായിട്ട് 5 മണിക്ക് അലാറം വെച്ചിരുന്നു. 5 മണിക്ക് എഴുന്നേറ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് ഫ്രഷ് ആയിട്ട് 5:30 ബസ്സിന് പോകാമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല മക്കളെ. കണ്ണ് ഇങ്ങനെ തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എത്രത്തോളം എനിക്ക് എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. ബട്ട് പിള്ളേരെ 2 പേരും സ്കൂളിൽ വിടേണ്ട ഒരു ദിവസമാണ്. ഞാൻ ഇന്ന് ആഗ്രഹിച്ചു, ഇന്ന് വെള്ളി വേണ്ടായിരുന്നു, ശനി മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ അവർ പോയതിന് ശേഷം ഒരൊറ്റ ഉറക്കം ഉറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം തോമുന് 12:45 വരെ ഇന്ന് ക്ലാസ് ഉണ്ട്. 1 മണിക്കൂറെങ്കിലും ഒന്ന് കണ്ണടച്ച് കിടന്ന് ഉറങ്ങിയ ചിലപ്പം ഓക്കെ ആയെന്ന് വരും എന്ന് വിചാരിക്കുന്നു ഞാൻ. എത്രത്തോളം ആവും എന്നറിയില്ല. എനിക്ക് ഭയങ്കര ബോഡി പെയിൻ, അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. നല്ല സുഖമാണ്. പനിയുടെ ഒരു ജൂലൈ മന്ത് ഒരു പനിയായിട്ടായി തുടക്കം. 1 by 1 ആയിട്ട് വരുന്നതും നല്ലതാണ് കേട്ടോ. കാരണം എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നാൽ ഞങ്ങൾക്കൊരു പ്രാവശ്യം ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഒരുമിച്ച് വന്നു. ആർക്കും തന്നെ എണ്ണിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം ഞങ്ങൾ ഇവിടുന്ന് അന്ന് ഇൻസ്റ്റാമാർട്ടൊന്നും ഇല്ല കേട്ടോ. ഭക്ഷണം പോലും വെക്കാൻ ഞങ്ങൾക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫാസ്റ്റ് ഫുഡ് കഴിക്കാനൊരു മൂഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ആകെ ഞങ്ങൾ ആഗ്രഹിച്ച ഒരു റസ്കും ബിസ്ക്കറ്റും മുക്കി തിന്ന മറ്റേ ഇത് പിടിച്ചു നിൽക്കില്ല. പിള്ളേർക്ക് നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടി കൊടുത്തിരുന്നു. പക്ഷെ നമുക്ക്
ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. പിള്ളേർക്ക് അന്ന് ചെറുതായിരുന്നു. പിള്ളേർക്ക് തട്ടിക്കൊട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, പിള്ളേര് ചെറുതായിരുന്നു. എന്നിട്ട് നമ്മള് സ്റ്റാൻലി ചേട്ടനെ, നമ്മുടെ സെലിബ്രേഷൻസിലെ സ്റ്റാൻലി ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടാണ് ബിസ്ക്കറ്റും പാലും ഒക്കെ കൊണ്ടുവരുന്നത്. നമ്മളിങ്ങനെ കാര്യം പറഞ്ഞു, ചേട്ടാ ഒട്ടും പറ്റുന്നില്ല, നടക്കാൻ പോലും വയ്യ എന്ന് പറഞ്ഞപ്പോൾ അതിനിപ്പോൾ എന്താ ഞങ്ങൾ കൊണ്ടുതരാം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ നേരിട്ട് വന്ന് കൊണ്ട് തന്നിട്ട് പോവായിരുന്നു ചെയ്തത്. അതാ പറഞ്ഞു, നമുക്കൊരു ആവശ്യം വരുമ്പോൾ എവിടുന്നെങ്കിലും ആൾക്കാർ വരും എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇതിന് തല കറങ്ങുന്നുണ്ടോ എന്നൊരു സംശയം. സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഞാൻ വേഗം ഇതൊന്ന് സെറ്റാകട്ടെ കേട്ടോ. അപ്പോൾ പ്ലാനുകളൊക്കെ സ്വിച്ച് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ബ്രെഡും പഴവും മുട്ടയാക്കാമെന്ന് വിചാരിച്ചു. ചാക്കു എഴുന്നേറ്റ് വന്നതുകൊണ്ട് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ മുരിങ്ങയില കുറച്ച് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. മുരിങ്ങയില മുട്ടത്തോരനും വെണ്ടയ്ക്ക മപ്പാസും വെക്കാം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് സെറ്റായി. ഇടയ്ക്ക് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. ഇപ്പം സമയം 7:30 ആയിട്ടുണ്ട്. സെറ്റാക്കണം, വേഗം സെറ്റാക്കണം. ഓക്കെ, ഇതിനിടയ്ക്ക് നമ്മൾ പരിപാടികളൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്തു. കാരണം എനിക്ക് പെട്ടെന്ന് ഒന്നുകൂടെ പനി കൂടിയിട്ട് ഞാൻ കുറച്ചു നേരം വേഗം കിടന്നു സോഫയിൽ. അപ്പോഴത്തേനും ചാക്കോ വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി നമ്മുടെ മുരിങ്ങയില കുറച്ച് നുള്ളി കഴുകി വെച്ചിട്ടുണ്ട്, വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്, തേങ്ങ ചിരണ്ടി വെച്ചു. പിന്നെ മുരിങ്ങയില മുട്ടത്തോരനും വെണ്ടയ്ക്ക മപ്പാസുമാണ് കേട്ടോ നമ്മുടെ പ്ലാന്. രാവിലെ എനിക്ക് ഒരു എത്തും പിടിയും കിട്ടില്ല, അതുകൊണ്ട് ഞാൻ ബ്രെഡും പഴവും മുട്ടയാക്കാന്ന് വിചാരിച്ചു. അപ്പം ഇൻസ്റ്റാമാർട്ടിൽ ബ്രെഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഉള്ളതും തികയില്ല, മുട്ടയും തികയില്ല, അത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. നല്ല മഴയാണ് കേട്ടോ. ഈ ചാക്കോന് ഇന്ന് റൈസ് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും റൈസ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ വിശേഷങ്ങൾ. ഇന്നലെ ഞാനൊരു കമന്റ് കണ്ടിരുന്നു, ചാക്കോന്റെ വെറൈറ്റി റൈസ് റെസിപ്പി ഇടാൻ പറഞ്ഞിട്ട്. ആ റൈസ് തട്ടിക്കൂട്ട് റൈസുകളാണ്. ഞാൻ ഇനി എപ്പോഴെങ്കിലും ഓക്കെ ആയിട്ട് ശേഷം ഞാൻ ഇട്ട് തുടങ്ങാം കേട്ടോ. പറ്റിയാൽ ഞാൻ ഉറപ്പൊന്നും തരില്ല. എന്തായാലും അവന് ഉച്ചയ്ക്ക് നമ്മൾ മോസ്റ്റ്ലി ചോറേ കൊടുത്ത് വിടുള്ളൂ. അവനതാണ് ഇഷ്ടം. ഇപ്പൊ തോമുനെ പോലെ ആവുമെന്ന് എനിക്കറിയില്ല. എനിവേ നമുക്കിത് പെട്ടെന്ന് സെറ്റാക്കാം. എനിക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് ഉറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ. ചുമച്ച് ഞാനൊന്ന് ഛർദ്ദിച്ചു എൻ്റെ ഇടയ്ക്ക്. അപ്പൊ എനിക്കൊരു സമാധാനം കിട്ടി. ഛർദ്ദിച്ചു പോയപ്പോ ഒരു സമാധാനം കിട്ടി. ബട്ട് നല്ല തലവേദന ഉണ്ട്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് പിടുത്തം കിട്ടണില്ല. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം. എന്തായാലും അവർക്കുള്ള സ്നാക്സ് ബോക്സ് റെഡിയാക്കാം. ലഞ്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ആയ സ്ഥിതിക്ക് ഇനി ലഞ്ച് വേഗം ഒന്ന് വെച്ചാൽ എന്റെ പരിപാടികളൊക്കെ കഴിയും. അപ്പൊ നമുക്ക് വേഗം സെറ്റ് ആക്കി തുടങ്ങാം. തോമു ചാക്കോനെ അടുത്ത ട്രിപ്പ് കൊണ്ടുപോകും. ബൈ ബൈ തോമു, സ്റ്റേ കെയർ. സൂപ്പറായിട്ട് പഠിക്കണം കേട്ടോ. ഇവിടെ നോക്ക്, ചിരിക്ക്, സേ ബൈ. ഹാപ്പി സ്മൈൽ വേണം കേട്ടോ ചെയ്യാ ഫോട്ടോയില്. വെള്ളം സൂക്ഷിച്ചിറങ്ങ. അങ്ങനെ ഗുഡ് ബോയ്. ഡോറൊക്കെ തുറക്കറിയോ? കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണമെന്ന് കേട്ടിട്ടുണ്ട്. ബൈ ബൈ, സിയോ. ഇതാരാ ഈ സുന്ദരൻ? എന്റെ പൊന്നിനെ കൊണ്ടുപോയില്ലേ അപ്പാ? ദുഷ്ടൻ. വരട്ടെ, ഞാൻ 2 അടി കൊടുക്കണ്ട്. ബാ റോമ, കുണുക്ക് പെൺമണിയേ. ഈശോട് പ്രാർത്ഥിക്ക്. സ്നാക്സ് ബാഗ് എടുക്കടോ. അതായിരിക്കും ചാക്കോ സംസാരിക്കണ്ടായിരുന്നാവോ. ചാക്കോ ഈശോട് പ്രാർത്ഥിച്ചേ. ഈശോ അല്ലേ പിണങ്ങും എന്റെ മുന്നിനോട്. പോയിട്ട് വരാന്ന് പറയും. സ്തുതി കൊടുക്ക്. കൈ കൂപ്പിയിട്ട് പറയില്ല. ഈശോ അടിക്കും നിന്നെ. ആമേനും എന്റെ കൂടെ ഉണ്ട്. എന്തിനാണാവോ? ഫുഡ് ഫുള്ള് കഴിച്ചോളൂ കേട്ടോ. ചെന്നോണ സ്നാക്സ് തായോന്ന് പറയാതിരിക്കോ കേട്ടോ. എല്ലാവർക്കും ചുമയും കയറി. സ്ലോലി ഇറങ്ങ് കേട്ടോ. അപ്പം കൊണ്ടാക്കുമ്പോ കരയാൻ പാടില്ല കേട്ടോ. ടാറ്റ കൊടുത്തിട്ട് മിണ്ടാണ്ട് കയറി പോണം. സ്ലോലി. അവനൊന്ന് പിടിച്ചോടോ. താഴെ വീണ ഒരു രസം ഉണ്ടാവില്ല. സ്ലോലി. ബൈ ബേബി.
ആ ചാക്കോ എന്റെ ബേബി അല്ലേ? സിയാൻ ബേബി. ഐറ്റന ബൈ സേ ബൈ ബാ. ഒരു ഫ്ലൈങ് കിസ് തരുമോ? എങ്ങനെയൊക്കെയോ മുരിങ്ങയില തോരനും വെണ്ടയ്ക്ക മപ്പാസും വെച്ചു കേട്ടോ. മുരിങ്ങയിലെ മുട്ട ഞാൻ ചിക്കി ചിക്കി അവസാനം മീൻപൊടി പോലെ ആക്കി. കണ്ടാ വിചാരിക്കും തേങ്ങ ഇട്ട് ഞാൻ പരത്തിയേക്കാന്ന് തോന്നും കേട്ടോ. അത്രയ്ക്ക് ഞാൻ ചിക്കി. ഫ്രസ്ട്രേഷൻ കാരണമായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. എനിക്കങ്ങനെ കാര്യമായിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനിപ്പോൾ എല്ലാം ഇൻഷോട്ടിലിട്ട് എഡിറ്റ് ചെയ്യാൻ നേരത്തെ എനിക്ക് മനസ്സിലായത് ഒരു വൈൻഡപ്പ് പോലും എടുത്തിട്ടില്ല എന്നുള്ളത്. ഭയങ്കര ബോഡി പെയിൻ. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേനും ഓക്കെ ആവും കേട്ടോ. വാച്ച് ബെറ്റർ ആവണേ ഉള്ളൂ. ഡിമ്പിളിനായാലും ഒട്ടും വയ്യ, ഡാഡിക്കും അങ്ങോട്ട് ഓക്കെ ആവണേ ഉള്ളൂ. നമ്മുടെ കൈക്കൊക്കെ ഭയങ്കര പെയിനാണ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ആയതായിരുന്നു. എനിക്കൊന്ന് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. ഞാൻ ഇന്നലെ ഇങ്ങനെ എൻ്റെ ബിസിനസ് നമ്പർ ഇങ്ങനെ ഷെയർ ചെയ്തിരുന്നു. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹാമ്പറോ സാരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചാൽ മതി. ഞാനും നമ്പർ സേവ് ചെയ്യും, നിങ്ങൾ നമ്പർ സേവ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സ്റ്റാറ്റസ് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ. സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ സമയമില്ലാത്ത സമയത്താണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ വീഡിയോ സജഷൻ തരാം. അതൊക്കെ നല്ല ഐഡിയ ആണ്. കാരണം എനിക്കൊരു ഐഡിയ കിട്ടുന്നത് ഇന്നിപ്പോൾ ഞാൻ രാവിലെ നോക്കിയപ്പം മക്കളുടെ റെസിപ്പി വീഡിയോ ഇടുമെന്ന് ചോദിച്ചു. അതൊക്കെ നല്ലതാണ്. നമുക്ക് തന്നെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ആ റെസിപ്പി ഇടാം എന്നുള്ളൊരു ഐഡിയ വരും. അതല്ലാണ്ട് നമ്മളെ വിളിച്ച് വിശേഷം അന്വേഷിക്കുക, പൊട്ടയാന്നല്ല ഞാൻ പറയണത്. നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സും നിങ്ങളുടെ വ്യൂസും കാരണമൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഷെഡ്യൂള് എല്ലാവർക്കും അറിയാം. അത് കുട്ടിയാന്ന് തോന്നുന്നത്. എന്നോട് പറഞ്ഞ അധികം പ്രായമൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അമ്മോൾ കുറേ ഫോൺ വിളിച്ചിരുന്നു. ഞാൻ അപ്പം കറക്റ്റ് പുറത്തുള്ള ഒരു ക്ലയൻറ്റിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, അതായത് സാരി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ ചെയ്യരുതെന്നുള്ളത്. അപ്പം വാട്സപ്പിൽ വിളിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പം നോർമൽ കോളായി. പിന്നെ ഞാൻ കട്ട് ചെയ്ത് വിട്ട് തുടങ്ങിയപ്പോൾ മനസ്സിലായി കാണും. ഞാൻ വീണ്ടും പറയുകയാണ്, ഇതൊരു പേഴ്സണൽ സ്പേസ് ആയിട്ട് എടുക്കരുത്. വിശേഷങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് എടുക്കരുത്. നിങ്ങൾക്കറിയാം, എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം, ഞാൻ ഈ ഒരു റീസെൻ്റ്ലി ആയിരിക്കും ഒരു എന്താ പറയുക കോൺസ്റ്റൻ്റായിട്ട് ഞാൻ സ്റ്റാറ്റസ് പോലും ഇട്ട് തുടങ്ങിയത് ബിസിനസ്സിൽ ഫോക്കസ് ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഈ വർത്തമാനം പറയാനും ഒന്നും സമയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരു 99% പേർക്കും നമ്മുടെ അവസ്ഥ അറിയാം, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറുന്നവരാണ് കേട്ടോ എല്ലാവരും. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ മക്കൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു ജസ്റ്റ് ഒറ്റൊരു മെസ്സേജിൽ അവരെല്ലാ വിശേഷങ്ങളും ചോദിച്ച് അവസാനിപ്പിക്കാറുണ്ട് കേട്ടോ. അങ്ങനെയും കുറേ പേരുണ്ട്. ബട്ട് വിരലുണ്ടാവുന്ന കുറച്ച് പേരാണ് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിട്ടായിരിക്കും, അല്ലെന്ന് ഞാൻ പറയണില്ല. ബട്ട് ചില സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന പോലെ കട്ട് ചെയ്ത് വിടുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാനത് കോൾ യു ബാക്ക് എന്ന് പറഞ്ഞ മെസ്സേജും അയച്ചു, എന്നിട്ടും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ ഒരു പേഴ്സണൽ സ്പേസ് ആയിട്ട് നിങ്ങൾ എടുക്കരുത്. എൻ്റെ ഒരു ബിസിനസ്. ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടം തോന്നും. പക്ഷേ നമ്മളോടൊക്കെ ഡൗട്ട് ചോദിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ തോന്നും. അല്ലെങ്കിൽ കറിയുടെ റെസിപ്പി ചോദിക്കുന്നവരുണ്ട്, വീഡിയോ സജഷൻ തരുന്നവരുണ്ട്. അതൊക്കെ ഓക്കെയാണ് കേട്ടോ. നമ്മളെ ഒരാൾ ഗൈഡ് ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷെ നമുക്കൊരു ഡിസ്റ്റർബൻസ് എന്നൊരു നിലയ്ക്ക് പോവരുത് എന്ന് എനിക്കൊരു അഹങ്കാരം കൊണ്ട് പറയണതല്ല. നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളായിട്ട് പോകുന്നവരാ. പുറത്തുനിന്ന് കാണുന്നവർക്ക് അത് എങ്ങനെ മനസ്സിലാവാമെന്ന് പോലും എനിക്കറിയില്ല. ബട്ട് നമുക്ക് പിള്ളേരുള്ളത്, നമ്മൾ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. അതിൻ്റെതായ എല്ലാ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. ഓരോരുത്തരും എൻഗേജ്ഡാണ്. ആരും ഫ്രീ ഇല്ല ഇവിടെ. എല്ലാവരും എൻഗേജ്ഡാണ്. ബിസിനസ്സായിട്ടും യൂട്യൂബായിട്ടും ഒക്കെ ബിസിയാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കണം. അത് പേഴ്സണലി ഒരു മെസ്സേജ് അയച്ച് ഹേർട്ട് ചെയ്യുന്ന പോലെ തോന്നി. എനിക്കത് ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട്. കാരണം എന്ത് പറയും എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പൊതുവേ വന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഭയങ്കര സൗണ്ട്. എനിവേ, എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. കുറേ പേര് പനി എങ്ങനെയെന്ന് വെച്ച് മെസ്സേജ് ചെയ്തിരുന്നു. പനി നല്ല കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിള്ളേർ ബെറ്ററായി തുടങ്ങി. ടോമിൻ്റെ ആ ഘോരമായ ക്ഷീണം കഴിഞ്ഞു കേട്ടോ. ഇന്ന് തൊട്ട് അവന് റെഗുലർ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയെങ്കിലും എന്താ പറയുക, അസുഖമൊന്നും വരാണ്ട് കൃത്യമായിട്ടൊന്നും അസുഖം വന്നിട്ട് അങ്ങനെ പോവാതിരുന്നിട്ടില്ല. അവൻ മാക്സിമം പോണ കൂട്ടത്തിലാണ്. ബട്ട് വയ്യാണ്ടായ അവന് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥന ഓർക്കുക, ബിസിനസ്സിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിൽ വെക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.